പാൽക്കുപ്പിയെ പ്രണയിച്ച ടിഷ്യൂ പേപ്പറിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ആരതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കഥയിലെ പാൽക്കുപ്പിയെ സ്നേഹിച്ച ആ ടിഷ്യൂ പേപ്പർ. ഒരിക്കലൊരിടത്ത് ഈ പാൽക്കുപ്പിയോട് ടിഷ്യൂ പേപ്പറിന് ഭയങ്കര പ്രണയം തോന്നി. പക്ഷേ എന്ത് ചെയ്യാനാ, എങ്ങനെ ഒന്നിക്കും? അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് വൈറ്റ് ഗ്ലൂ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു. വൈറ്റ് ഗ്ലൂവിനെ വെള്ളത്തിൽ സമാസമം എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പറിനോട് ഈ മിക്സിലേക്ക് മുങ്ങാൻ പറഞ്ഞു. അങ്ങനെ നന്നായി മുക്കിയെടുത്ത ഈ ടിഷ്യൂ പേപ്പറിനെ പാൽക്കുപ്പിയിൽ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. അങ്ങനെ ടിഷ്യൂ പേപ്പറുകൾ ഓരോരോ പീസുകളായി മാറി ഗ്ലൂ മിക്സിൽ മുങ്ങി നമ്മുടെ പാൽക്കുപ്പിയുമായിട്ട് അങ്ങനെ ഒട്ടിച്ചേർന്നു. അപ്പോൾ കഥ മാത്രമല്ല, കഥയുടെ ഇടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ബോട്ടിലായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പാൽക്കുപ്പി എടുത്തുന്നുള്ളൂ. പ്ലാസ്റ്റിക് ബോട്ടിലിൽ നമ്മൾ ഇതുപോലെ ടിഷ്യൂ ഒട്ടിച്ച് കൊടുത്തിട്ട് ആർട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതലൊരു ഭംഗി ഉണ്ടാവുക. ടിഷ്യൂ പേപ്പർ ഇതുപോലെ മേലെ വെച്ച് അതിൻ്റെ മേലെ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. എങ്ങനെയായാലും നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ലെയർ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ ഫുൾ ലെങ്ത്തിൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട്, ബോട്ടിലിൻ്റെ ഫുൾ ലെങ്ത്തിൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ടോട്ടലായിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. സെക്കൻഡ് ലെയർ, ഫസ്റ്റ് ലെയറിൻ്റെ മേലെ നമ്മൾ ഇപ്പോൾ സെക്കൻഡ് ലെയർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും നമ്മുടെ ടിഷ്യൂ പേപ്പറൊക്കെ. വീണ്ടും നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. അങ്ങനെ ഗ്ലൂവിൻ്റെ സഹായത്തോടെ പാൽക്കുപ്പിയും ടിഷ്യൂ പേപ്പറും ഒന്നിച്ചിരിക്കുകയാണ്. അവരുടെ പ്രണയം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കഥ ഇവിടെ അവസാനിക്കണമെന്നില്ല. നമുക്കിനി ഇവരുടെ ജീവിതം നല്ല മനോഹരമാക്കിയെടുക്കണ്ടേ? അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഈ ബോട്ടിൽ നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണങ്ങുന്നത് വരെ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പർ ഇതുപോലെ നല്ല നീളനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തിരി തെറുക്കുന്ന പോലെ, വിളക്കിൻ്റെ തിരി തെറുക്കുന്ന പോലെ അതുപോലെ പിരിച്ചെടുക്കുകയാണ് ഞാൻ. പിരിച്ചെടുത്ത് കുറച്ചിങ്ങനെ ഗ്ലൂ, നമ്മൾ ഗ്ലൂ മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് പിരിച്ചെടുക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വള്ളികൾ ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ ബോട്ടിലിൽ വള്ളികൾ പടർത്താൻ പോവാണ്. ക്ലേ ആവശ്യം ഇല്ല. നമുക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ പിരിച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വള്ളികൾ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവും. കണ്ടില്ലേ? അപ്പം ഞാനൊരു വലിയ വള്ളിയും പിന്നെ കുറച്ച് കുഞ്ഞേ വള്ളികളും ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് പൂവുകൾ അതുപോലെ മുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബോട്ടിൽ അങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ചുമരിനൊക്കെ അടിക്കുന്ന പെയിൻറ്റാണ്. എൻ്റെ മറ്റേ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് നമ്മുടെ ബോട്ടിലിൽ വൈറ്റ് പെയിൻറ്റ് ഇതിൽ അടിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആവാനായിട്ട് വെക്കാം. ആ ടൈമിൽ നമുക്ക് വേറെ പണികളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് പഴയ ഒരു പ്രിൻ്റ് എടുത്ത പേപ്പറാണ്, നമുക്ക് ആവശ്യമില്ലാത്തതാണ്, A4 പേപ്പർ. അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ കുറേ ലീവ്സ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറേ ലീവ്സിൻ്റെ ആവശ്യമുണ്ട്. ഈ ഷേപ്പിൽ ഞാൻ കുറേ ലീവ്സ് കട്ട് ചെയ്തെടുക്കുകയാണ്. കുറേ ലീവ്സ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ബോട്ടിലും ഇതാ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ വലിയ വള്ളി ഉണ്ടല്ലോ, അത് എന്തിനാണെന്ന് വെച്ചാൽ ബോട്ടിലിൻ്റെ മേലെ നമ്മൾ ത്രെഡൊക്കെ ചുറ്റി കൊടുക്കില്ലേ, അതിന് പകരമായിട്ട് ഉള്ളതാണ്. നമ്മൾ വള്ളി ഇതുപോലെ മേലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ചുറ്റി എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വലിയ വള്ളി നമ്മൾ മേലെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി വലിയ ഇതുണ്ടാക്കിയിട്ട് നമ്മുടെ ബോട്ടിലിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ അതിന് ഇതുപോലെ ചെറിയ പീസുകളായിട്ടുള്ള വള്ളികളുണ്ടല്ലോ, ചെറിയ വള്ളികളുണ്ടല്ലോ, അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെറിയ വള്ളികളിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വള്ളി എടുത്ത് ബോട്ടിലിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ബോട്ടിലിന്മേ നമ്മൾ ടോപ്പിൽ വള്ളി എവിടെയാണോ ഫിനിഷ് ചെയ്ത് ഒട്ടിച്ചെടുത്തത് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ ഇത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ബോട്ടിൽമേ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ വള്ളി ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു വള്ളി അവസാനിക്കുന്ന അവിടെ നമ്മൾ വേറൊരു വള്ളി ഇതുപോലെ എടുത്ത് ജോയിൻ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം.
ഇപ്പോൾ ബാക്കിയുള്ള വള്ളികളൊക്കെ നമ്മുടെ കലാബോധത്തിനനുസരിച്ച്, ഞാൻ എൻ്റെ കലാബോധത്തിനനുസരിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നമ്മുടെ വള്ളികളൊക്കെ ഇതുപോലെ പടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പണികളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ബോട്ടിൽ ആർട്ട് കാണിച്ചു തരാം. അതിൻ്റെ മോഡലാണ് ഏകദേശം ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളതിന് ബ്രൗൺ കളർ ഒരു മരത്തുമ്മ വള്ളികൾ പടർന്നിരിക്കുന്ന പോലെയാണ് ഞാൻ അന്ന് ചെയ്തത്. അപ്പോൾ ഇത് അതേ മോഡലിൽ തന്നെ, പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, കുറച്ചെല്ലാം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വള്ളിയും കൂടി ഞാൻ അതിൽ ഫിക്സ് ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് ഈ വള്ളികൾക്കൊക്കെ ഒന്ന് കളർ കൊടുക്കാം. അതിനായിട്ട് അക്രിലിക് കളേഴ്സിൽ സാപ്പ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാനിപ്പോൾ വള്ളികൾക്ക് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിൽ പടർത്തി കൊടുത്ത ആ വള്ളികൾക്കൊക്കെ നമ്മളിപ്പോൾ കളർ ചെയ്തു, സാപ്പ് ഗ്രീൻ കളർ കൊടുത്തു. ഇനി മേലെയുള്ള ആ വള്ളിക്ക് ഞാൻ ബ്രൗൺ ആണ് കൊടുക്കാൻ പോകുന്നത്. ബ്രൗൺ കൊടുത്തു നോക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗ്രീൻ തന്നെ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ബ്രൗൺ തന്നെ അടിച്ചു കൊടുത്താൽ മതി. ആ വള്ളികളിലൊക്കെ കുറച്ച് ഇതുപോലെ ബ്രൗൺ അവിടെ ഇവിടെ ആയിട്ട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വള്ളികളുടെ പണി അങ്ങനെ കഴിഞ്ഞു. നെക്സ്റ്റ് ഫ്ലവേഴ്സാണ്. അതും ഞാൻ ടിഷ്യൂ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വള്ളികൾ തന്നെ ഉണ്ടല്ലോ, അത് ഇതുപോലെ ചുറ്റി 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 എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫ്ലവർ. ചുറ്റി ചുറ്റി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതുമേ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കി അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പൂക്കൾ അത്യാവശ്യമായി. അടുത്തതായിട്ടാണ് നമ്മൾ ഇലകൾ ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഇലകൾ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം പൂക്കൾ ഒട്ടിച്ച് കൊടുത്താലും മതി. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ പേപ്പർ ഇലകൾ നമ്മളിപ്പോൾ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. കുറേ ഇലകളുണ്ടായിരുന്നു, അത് മുഴുവൻ നമ്മൾ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ വൈറ്റ് ബോട്ടിലിൽ വൈറ്റ് ലീവ്സ് ആയ കാരണം നമുക്ക് അങ്ങനെ കാണാനില്ല. ഇനി നമുക്ക് ഈ ലീവ്സൊക്കെ കളർ ചെയ്ത് കൊടുക്കാം, അപ്പോൾ കറക്റ്റായിട്ട് അറിയാം. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ചും കൂടി ഫ്ലവേഴ്സ് അതിലൊട്ടിച്ച് കൊടുക്കാമെന്ന് കരുതി. പിന്നെ ഇതുപോലെ മുട്ടുകൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്ത് ഇതുപോലെ ഉരുട്ടി ഉരുട്ടി കുറേ ബോളുകളാക്കി കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി എടുക്കുകയാണ്. അതും അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ വള്ളികൾ പടർത്തി അതിന് കളറടിച്ചു, ലീഫും ഫ്ലവേഴ്സും മുട്ടുകളൊക്കെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് കളറിങ് തുടങ്ങാം. വീണ്ടും ലീവ്സിന് ഞാൻ കളർ ചെയ്യുന്നത് ലൈറ്റ് ഗ്രീൻ, അക്രിലിക് കളേഴ്സിൽ ലൈറ്റ് ഗ്രീനാണ്. ഫുള്ള് ലീവ്സിന് നമ്മൾ ഈ കളർ അടിച്ചു കൊടുക്കാൻ പോവാണ്. അങ്ങനെ ലീഫ് മുഴുവൻ കളർ ചെയ്തെടുത്തപ്പോൾ തന്നെ നമ്മൾ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സും മുട്ടുകളും ഉണ്ട്, അതും കൂടി കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലവേഴ്സിന് ഞാൻ കൊടുക്കാൻ പോകുന്നത് ബ്ലൂ കളറാണ്. അക്രിലിക് കളേഴ്സിൽ UM ബ്ലൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിങ്ക് കൊടുക്കാം, റെഡ് കൊടുക്കാം, ഓറഞ്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളറാണ്. അപ്പോൾ ഫ്ലവേഴ്സിന് മുഴുവൻ ബ്ലൂ കളർ നമുക്ക് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ വള്ളികൾ കളർ ചെയ്യുമ്പോഴും അതുപോലെ ഈ ഫ്ലവേഴ്സ് മുത്തുകളൊക്കെ കളർ ചെയ്യുമ്പോൾ ചെറിയ ബ്രഷ് യൂസ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പടരാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ ബ്രഷ് യൂസ് ചെയ്ത് അതുപോലെ ഫ്ലവേഴ്സൊക്കെ നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മുട്ടുകൾ ഇപ്പോഴാണ് സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ, നേരത്തെ അത് ഒട്ടിച്ച് കൊടുത്തിരുന്നില്ല. അപ്പോൾ അവിടെ ഇവിടെയായിട്ട് നമ്മുടെ പൂമുട്ടുകൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനും ഈ ബ്ലൂ കളർ തന്നെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഫിനിഷ് ആയിരിക്കുകയാണ് ഏകദേശം. മേലെ ബ്രൗൺ കൊടുത്തിരുന്നത് ഞാൻ ഗ്രീൻ ആക്കി, പക്ഷേ ബ്രൗൺ തന്നെയായിരുന്നു കൂടുതൽ ഭംഗി. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴെ സാഫ് ഗ്രീൻ കളർ കൊണ്ട് ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുകയാണ്, ഒരു പുല്ലിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട്. അപ്പം ഞാൻ ഈ ചെയ്യുന്ന ബോട്ടിൽ ആർട്ടൊക്കെ നിങ്ങളും ചെയ്ത് വെക്കുക. ബോട്ടിൽ ആർട്ട് മാത്രമല്ല, പല ക്രാഫ്റ്റ്സും ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പിക്ചേഴ്സ് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൽ നിങ്ങളുടെ ആർട്ടും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാനൽ, ഇത് സെക്കൻഡ് ചാനലാണ്. മെയിൻ ചാനൽ ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതീസ് വേൾഡ് ആണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതീസ് കിച്ചൺ. അപ്പോൾ അതിലേക്കാണ് അയച്ചു തരേണ്ടത്. ഞാൻ ലിങ്ക് പിന്നീട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇതാ നമ്മൾ കളറൊക്കെ ചെയ്ത് ഇനി കുറച്ച് ബ്രൗൺ കളറും കൂടി അവിടെ ഇവിടെയായിട്ട് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഫിനിഷായി. അങ്ങനെ പാൽക്കുപ്പിയെ പ്രണയിച്ച ടിഷ്യൂ പേപ്പറിൻ്റെ കഥ അവിടെ ഫിനിഷ് ആവുകയാണ്. അവരുടെ ജീവിതം അങ്ങനെ വളരെ മനോഹരമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കളേഴ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഫ്ലവേഴ്സിന് വേറെ കളർ കൊടുക്കാം, ബോട്ടിലിന് വേറെ കളർ കൊടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ആദ്യത്തെ ചാനലായിട്ടുള്ള ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതീസ് വേൾഡും പോയി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ചാനലിനെയും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ കാര്യങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ബൈ പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.